മുംബൈയിലെ പവായിൽ ചേരി ഒഴിപ്പിക്കലിനിടെ സംഘർഷം. കല്ലേറിൽ 6 പോലീസുകാർക്ക് പരിക്കേറ്റു. പവായിലെ ജയ് ഭീം നഗറിലാണ് സംഘർഷമുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചേരുന്നു. ശ്രീനാഥ്, ഈ ദിവസങ്ങളോളം നീണ്ട ശ്രമമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇന്നൊരു ചേരി ഒഴിപ്പിക്കലായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹേല്, മുംബൈ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും ചേരി ഒഴിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാവാറുണ്ട്. പലയിടങ്ങളിലും അത് സംഘർഷങ്ങളിലേക്ക് എത്താറുമുണ്ട്. അതിൻ്റെ ഒരു കൂടിയ തലത്തിലുള്ള സംഘർഷമാണ് ഇന്നിപ്പോൾ പവായിൽ ഉണ്ടായിട്ടുള്ളത്. ഭീം നഗറിൽ ഒരു ചേരി ഒഴിപ്പിക്കുന്നതിനിടെയാണ് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ട് പോലും വലിയ സംഘർഷം അവിടെ ഉണ്ടായത്. അവിടെ താമസിക്കുന്ന ആളുകൾ പോലീസിന് നേരെ ആദ്യം മുദ്രാവാക്യം വിളിച്ചു. ഈ ഒഴിപ്പിക്കൽ നടപടികൾ അവർ കായികമായി തന്നെ ചെറുക്കാൻ ശ്രമിച്ചു. പിന്നീട് പോലീസും ചെറുത്തു നിന്നതോടെ പിന്നീട് കല്ലേറിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. കല്ലേറിൽ 6 പോലീസുകാർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കുകയും ചെയ്യും. ഏതായാലും ഈ നടപടികളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് കോർപ്പറേഷൻ പറയുന്നത്. ഈ ചേരിയിൽ ആളുകൾ താമസിക്കുന്നതൊക്കെ തന്നെ അനധികൃതമായാണ്, പുറമ്പോക്കിലാണ് ഈ തരത്തിലുള്ള നിർമ്മാണം നടന്നിരിക്കുന്നത്, അവർ താമസിക്കുന്നത് എന്നതാണ് കോർപ്പറേഷൻ പറയുന്നത്. അതുകൊണ്ട് ഈ സമാനമായ നടപടിയും മറ്റു പലയിടങ്ങളിലും നടത്തിയതുപോലെ ഇവിടെയും തുടരും എന്നതാണ് കോർപ്പറേഷന്റെ ഒരു വിശദീകരണം. അതുകൊണ്ട് കൂടുതൽ പോലീസിനെ കൂടി എത്തിച്ച ശേഷം ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. എന്നാൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇറക്കപ്പെട്ടാൽ അവർ പിന്നീട് എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം അവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലീസ് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. കുറച്ചുകൂടി സംഘർഷ സാധ്യത പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ സംഘർഷ സാധ്യത കൂടി, ഈ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഈ പ്രശ്നം കുറച്ചുകൂടി രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊരു രീതിയിലേക്കുള്ള ചർച്ചകൾ മറ്റും നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്ഥലത്തെ MLA അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സുഹേൽ, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുടിയൊഴിപ്പിക്കപ്പെടുന്നതിന്റെ വേദന വല്ലാത്ത വേദനയാണ്. പക്ഷേ അത് ഇത്തരം അതിക്രമങ്ങളിലേക്ക് കൊണ്ടെത്തുന്നത് ശരിയല്ല. പാർപ്പിടം അത് അധികൃതർ ഒരുക്കി കൊടുക്കേണ്ടത് അവരുടെ കടമ കൂടിയാണ്.